BJPയുടെ കാരുണ്യത്തിൽ ഐക്യജനതാദൾ ഭരിക്കുന്നു എന്നുള്ള ഒരു സന്ദേശമായിരുന്നു ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് വരെ അവിടെ പ്രചരിപ്പിച്ചതെങ്കിൽ ഇപ്പോൾ JDUവിൻ്റെ കാരുണ്യത്തിൽ കൂടിയാണ് BJP കേന്ദ്ര സർക്കാർ ഭരിക്കുന്നത് എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഐക്യ ജനതാദളിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ സീറ്റുകൾ വാങ്ങിയെടുക്കാൻ വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ ആരംഭിക്കുന്നത്. അതായത് BJPക്ക് 100-ൽ കൂടുതൽ സീറ്റുകൾ മത്സരിക്കാൻ കൊടുക്കേണ്ട കാര്യമില്ല, പരമാവധി 95 എന്ന രീതിയിലേക്ക് ഇക്വേഷൻ മാറ്റുകയാണ്. അതിൽ ചിരാഗ് പാസ്വാന്റെ LJP ഉൾപ്പെടില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. അത് വേണമെങ്കിൽ BJPയുടെ 95 സീറ്റുകളുള്ള കോട്ടയിൽ നിന്ന് 4-5 സീറ്റ് വേണമെങ്കിൽ ഔദാര്യമായി ചിരാഗ് പാസ്വാന് കൊടുക്കാം. അതിൽ സംതൃപ്തി അടഞ്ഞില്ലെങ്കിൽ ചിരാഗ് പാസ്വാനെ NDAയിൽ നിന്ന് തന്നെ പുറത്താക്കണം എന്ന ആവശ്യമാണ് നിതീഷ് കുമാർ ഉന്നയിക്കുന്നത്. തൻ്റെ പാർട്ടിയെ എല്ലാ കാലത്തും ഉപദ്രവിച്ച വ്യക്തിയാണ് ചിരാഗ് പാസ്വാൻ. മാത്രമല്ല രാംവിലാസ് പാസ്വാനും നിതീഷ് കുമാറും ബദ്ധ ശത്രുക്കൾ തന്നെയാണ്. അതിനകത്ത് ഒരു സംശയവും വേണ്ട. രാംവിലാസ് പാസ്വാൻ ഐക്യ ജനതാദളിനെ പല തവണയായി തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ രാംവിലാസ് പാസ്വാൻ അത് നടത്തിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നിതീഷ് കുമാർ പലതവണയായി പരോക്ഷമായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇപ്പോഴത്തെ ഇക്വേഷനിൽ ചിരാഗ് പാസ്വാന് നിതീഷ് കുമാറിനെ പിണക്കാതെ മുന്നോട്ട് കൊണ്ടുപോകാനേ കഴിയൂ. കാരണം BJPയുടെ ആവശ്യമാണ് നിതീഷ് കുമാർ NDAയിൽ കൂടെ നിൽക്കുക എന്നുള്ളത്. കാരണം NDAയിലെ പ്രധാന സഖ്യകക്ഷി കൂടിയാണ് JDU എന്നുള്ളത് കൊണ്ട് തന്നെ. അതുകൊണ്ടാണ് BJP മറ്റൊരു വളഞ്ഞ വഴി സ്വീകരിക്കാൻ തയ്യാറാകുന്നത്. എങ്ങനെയും ബംഗാളിൽ മമതാ ബാനർജിയുമായി ഒരു ടൈപ്പ് ഉണ്ടാക്കിയാൽ അവിടെ BJPയെ വളർത്തിയെടുത്തില്ലെങ്കിലും വേണ്ടില്ല, ബീഹാർ പരിപൂർണമായി സ്വന്തമാക്കാൻ വേണ്ടിയുള്ള നീക്കമാണിപ്പോൾ നടത്തി വരുന്നത്. BJP വിചാരിക്കുന്നത് മഹാരാഷ്ട്ര മോഡൽ തന്നെയാണ്. മുഖ്യമന്ത്രി സ്ഥാനം BJP കൈവശപ്പെടുത്താൻ എല്ലാ സാധ്യതയുമുണ്ട് എന്ന് മനസ്സിലാക്കി നിതീഷ് കുമാർ അതിന് മുളയിൽ നിന്ന് നുള്ളിക്കളയാൻ വേണ്ടിയുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. BJPയുടെ ഒരു അടവും ഇവിടെ നടക്കില്ല. നിതീഷ് കുമാറിനും ഐക്യ ജനതാദളിനും വലിയ രീതിയിൽ ആ കാര്യത്തിൽ സംശയങ്ങൾ ഒരുപാടുണ്ട്. ചിരാഗ് പാസ്വാനെ വീണ്ടും ഇറക്കി കളിക്കാൻ വേണ്ടിയുള്ള നാടകീയ നീക്കം വല്ലതും നടത്തിയാൽ ആദ്യമേ തന്നെ മന്ത്രിസഭയെ തള്ളി താഴെയിടാൻ, അതായത് നരേന്ദ്രമോദിയെ തള്ളി താഴെയിടാൻ വേണ്ടിയുള്ള പല നീക്കുപോക്കുകളും നടത്തുന്നു എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയ BJP കൃത്യമായി മമതാ ബാനർജിയെ ഉപയോഗിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസിന്റെ 29 MPമാരുടെ ഔദ്യോഗിക പിന്തുണ കൂടി NDAയിലേക്ക് വന്നാൽ നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള 12 MPമാരുടെ കാര്യം പോക്കാണ്. പിന്നെ മന്ത്രിസഭയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ബീഹാറിൽ പല നീക്കുപോക്കുകൾ നടത്താൻ ഇൻസാഫ് പാർട്ടി ഉൾപ്പെടെയുള്ളവർ BJPക്കൊപ്പം നിൽക്കുമെന്ന പ്രത്യാശയിലാണ് കാര്യങ്ങൾ പോകുന്നത്.